ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ 15 ഇയേഴ്സ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 16 ടൈംസ്? 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പ്രിലിമിനറി എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ ഈ ഒരു മെത്തേഡിന് ശേഷം ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് നോക്കാം. ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് PSC ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു കണക്ക് ചോദ്യമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ മാത്സ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാംസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുപലിശ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? A is equal to P into 1 plus R by 100 the whole raised to n. അപ്പോൾ P എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന ആ ഒരു സം ഓഫ് മണിയാണ്. ഇത് ഇത്ര വർഷം n വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. R എന്ന് പറയുന്നത് എത്രയാണ് അവിടുത്തെ റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ 15 ഇയേഴ്സ്. അതായത് ഞാൻ 100 രൂപയാണ് നിക്ഷേപിച്ചതെന്ന് കരുതുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 15 വർഷം കഴിഞ്ഞപ്പം ഈ 100 അതിൻ്റെ ഇരട്ടിയായിട്ട് മാറി, ഡബിൾ ചെയ്തെന്നാണ് പറയുന്നത്. 100 200 മാറി എന്ന് പറയുന്നു. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 16 ടൈംസ്? എത്ര വർഷം എടുക്കും ഈ 100 എന്നുള്ളത് അതിൻ്റെ 16 മടങ്ങാവാൻ? ഇതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി നമ്മൾ എഴുതുന്നത് എന്താണ്? ഗിവൺ ദാറ്റ് എമൗണ്ട് ബിക്കം 2p. നമ്മൾ എത്രയാണോ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായെന്ന് പറയുമ്പോൾ എമൗണ്ട് എത്രയായി? 2p ആയില്ലേ? p into 2 ആയി, ഡബിൾ ചെയ്തു. എപ്പോഴാണ്? ആഫ്റ്റർ 15 ഇയേഴ്സ്. n എന്ന് പറയുന്നത് 15 വർഷമായപ്പോഴത്തേക്കും ഈ a എന്ന് പറയുന്നത് 2p ആയി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? എയുടെ സ്ഥാനത്ത് 2p വന്നു. ഇത്ര എമൗണ്ട് ആണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. നമ്മൾ നിക്ഷേപിച്ചത് p ആണ്. 1 plus R by 100. n എത്രയാണ്? 15 വർഷമല്ലേ? 15 കൊടുത്തു. ഇതിൽ ഞാൻ p ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 is equal to 1 plus R by 100 the whole raised to 15. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 15 വർഷം n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് 15 ആയപ്പോഴത്തേക്കും നമ്മുടെ എമൗണ്ട് പിയുടെ ഇരട്ടിയായിരുന്നു, ഡബിൾ ചെയ്തെന്ന് പറഞ്ഞു. അത് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം 2p is equal to p into 1 plus R by 100 the whole raised to 15 എന്ന് വന്നു. പിയും പിയും ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പം 2 is equal to 1 plus R by 100 the whole raised to 15. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്ന ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 16 ടൈംസ്. അതായത് പി എന്നുള്ളത് 16 ടൈംസ് ആകുമ്പം നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം അസ്യൂം ചെയ്യുവാണ് പിയുടെ എമൗണ്ട്, ഈ എമൗണ്ട് എത്ര വന്നു? 16 ടൈംസ് ആയി. അങ്ങനെയാണ് ഈ ഇക്വേഷൻ്റെ ചേഞ്ച് എന്തായിരിക്കും? 16p is equal to p into 1 plus R by 100 the whole raised to n. ഇവിടുത്തെ n നമുക്കറിയത്തില്ല, n നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ചെയ്തത് ഈ എമൗണ്ടിൻ്റെ സ്ഥാനത്ത് 16p കൊടുത്തു. ഇവിടെ വെച്ചും p ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 16 is equal to 1 plus R by 100 the whole raised to n. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. എമൗണ്ടിൻ്റെ സ്ഥാനത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 16 ടൈംസ് നമ്മുടെ എമൗണ്ട് 16p, അതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ n നമുക്ക് അറിയത്തില്ല, പിയും പിയും ക്യാൻസൽ ആയപ്പം 16 is equal to 1 plus R by 100 the whole raised to n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. അപ്പം നമുക്കിവിടെ 2 ഇക്വേഷൻസ് ഉണ്ട്. നമുക്കതിനെ കമ്പയർ ചെയ്താണ് നമ്മുടെ ആൻസർ നോക്കുന്നത്, ആൻസർ കണ്ടെത്തേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എഴുതുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി 2 is equal to 1 plus R by 100 the whole raised to 15 ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 16 is equal to 1 plus R by 100 the whole raised to n. നെക്സ്റ്റ് വി നോ ദാറ്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വി നോ ദാറ്റ് 2 raised to 4 is equal to 16. അതായത് ഇവിടെ 2 ആണ്, ഇവിടെ 16 ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? 16 എന്ന് പറയുന്നത് 2 raised to 4 അല്ലേ? 2നെ 2 into 2 into 2 into 2 അല്ലേ? 2 2s are 4, 4 2s are 8, 8 2s are 16. അപ്പം 2 raised to 4 എന്ന് പറയുന്നതാണ് 16. അപ്പോൾ ഇതും തമ്മിലുള്ള റിലേഷനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ 2 എങ്ങനെ വരും? ഈ 16 പകരം ഞാൻ എന്ത് കൊടുത്തു? 2 raised to 4 കൊടുത്തു is equal to 1 plus R by 100 the whole raised to n എന്ന് വന്നു. അപ്പോൾ ഈ ഇക്വേഷൻ 2-ലെ 16ൻ്റെ സ്ഥാനത്ത് 2 raised to 4 എന്ന് കൊടുത്തു. ഇനി 2ൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, ഇക്വേഷൻ 1-ലുണ്ടല്ലോ. 1 plus R by 100 the whole raised to 15 എന്നുള്ളതല്ലേ 2ൻ്റെ വാല്യൂ. അപ്പോൾ ഈ 2-ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ഈ വാല്യൂ. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് 2 ഇൻ ദിസ് ഇക്വേഷൻ 3.
അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് 2 അല്ലെങ്കിൽ ഇക്വേഷൻ 1 ഇൻ 3 എന്ന് കൊടുക്കാം, ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 + r/100 the whole raised to 15. ഇത്രയെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 മാത്രമേ ആയിട്ടുള്ളൂ. the whole raised to 4 കൂടെ വന്നാലേ ഈ ഇക്വേഷൻ ഫുൾ ആകത്തുള്ളൂ. ഇവിടെ എന്തുണ്ട്? റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 + r/100 the whole raised to n ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ കൊടുത്താൽ മനസ്സിലായല്ലോ, 2ൻ്റെ സ്ഥാനത്ത് ഇത് നമ്മൾ കൊടുത്തു, ഹോൾ റേസ് ടു 4 കൊടുത്തു. ഇനി a raised to m the whole raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a raised to m × n ആണ്. അപ്പോൾ ഇത് സൈഡിൽ എഴുതിയിട്ടിരിക്കുക a raised to m × the whole raised to n എന്നാണ്, a raised to m × 1 ആണ്. a raised to m ആണ് ഇവിടെ കിടക്കുന്നത്, ഇതാണ് n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വരിക 1 + r/100 the whole raised to 15 × 4 എത്രയാണ്? 60 is equal to 1 + r/100 the whole raised to n. അപ്പോൾ ഇവിടെ നോക്കി, ബേസ് സെയിം അല്ലേ? ഇവിടെ 60, ഇവിടെ n. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകും? n is equal to 60. അതായത് ഇവിടുത്തെ റിക്വയർഡ് ടൈം നമ്മളിവിടെ കണ്ടെത്തിയത് എന്താണ്? റിക്വയർഡ് ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 60 ഇയേഴ്സ് എന്ന് കണ്ടെത്തി. നമ്മളിവിടെ കണ്ടെത്താനിരുന്നതും എന്താണ്? 16 ടൈംസ് ആകുമ്പോൾ ഇവിടുത്തെ വർഷമല്ലേ? അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ 2 ഇക്വേഷൻ കണ്ടെത്തിയിരുന്നു. ഇനി ഇവിടെ നമ്മൾ ചെയ്തത്, ഇവിടെ 2 ഇവിടെ 16 അതുകൊണ്ട് തന്നെ 16നെ ഈ 2ൻ്റെ ബേസിൽ എഴുതിയിരിക്കുകയാണ് 2⁴. ഇനി ഈ 2⁴ എന്നുള്ളത് ഇവിടേക്ക് കൊടുത്ത് ഇക്വേഷൻ 2നെ ഈ രീതിയിൽ എഴുതി ഇക്വേഷൻ 3 ആക്കി. ഇനി ഇതിലേക്ക് ഈ 2ൻ്റെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ രീതിയിൽ ലഭിച്ചു. a raised to m the whole raised to n എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2 കൃതികൾ അല്ലെങ്കിൽ ഈ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 4 60 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ബേസ് രണ്ടും സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ബേസ് സെയിം ആണെങ്കിൽ ഇവിടുത്തെ പവേഴ്സും ഈക്വൽ ആണ്. അപ്പോൾ n is equal to 60 എന്ന് കിട്ടി. ഈ n ആണ് നമ്മൾ കണ്ടെത്താൻ പോയിരുന്ന റിക്വയർഡ് ടൈം 60 ഇയേഴ്സ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എഴുതാം, ഇൻ 60 ഇയേഴ്സ് the amount will become 16 times. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A sum of money doubles itself at compound interest in 15 years. How many years will it take to become 8 times? അപ്പം എല്ലാവരും നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് അതനുസരിച്ച് നിങ്ങളിത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് മെത്തേഡ് നോക്കി ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം. അതിനുശേഷം നമ്മുടെ ആൻസർ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രിക്ക് കൂടെ മനസ്സിലാകും. അതായത് ഒരു പ്രിലിമിനറി എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെ കണ്ടെത്താമെന്ന്. അപ്പോൾ ഇവിടെ ഞാനിത് ഇലാബറേറ്റ് ആയിട്ട് പറയുന്നില്ല, നമുക്കിത് പെട്ടെന്നൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ 15 ഇയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുക എന്താണ്? അപ്പം ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്സ് എഴുതണം. ഇവിടെ ഞാൻ ഇതിലൂടെ സ്പീഡായിട്ട് പറയുവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡബിൾ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും എമൗണ്ട് 2p ആയി. 2p is equal to p × 1 + r/100 the whole raised to, ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് 15 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പിയും ക്യാൻസൽ ചെയ്തു. ഇതാണ് ഇക്വേഷൻ 1. സെക്കൻഡ്, ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ടേക്ക് ടു ബിക്കം 8 ടൈംസ്? അതായത് പി എന്നുള്ള ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 8p ആവുന്നു. 8p ആകുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? p × 1 + r/100 the whole raised to n. ഇവിടെയും പിയും ക്യാൻസലായി. 8 is equal to 1 + r/100 the whole raised to n. ഇതാണ് ഇക്വേഷൻ 2. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 2ഉം 8ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2³ അല്ലേ 8 എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് 8ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 2³ is equal to 1 + r/100 the whole raised to n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. ഇനി ഇക്വേഷൻ 3ലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അതായത് ഈ 2ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു വാല്യൂ കൊടുക്കണം. 2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 1 + r/100 the whole raised to 15നോട് ഈക്വൽ ആണ്. അപ്പം 2³ എന്ന് പറയുമ്പോൾ the whole raised to 3 എന്ന് കൊടുത്തു. is equal to 1 + r/100 the whole raised to n. ഇനി നമുക്കറിയാം a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to m × n ആണ്. അതനുസരിച്ച് 1 + r/100 the whole raised to 15 × 3 45 വന്നു. is equal to 1 + r/100 the whole raised to n. ഇവിടെ നോക്കുക, ബേസ് സെയിം ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടി? n = 45. അപ്പോൾ ഇവിടുത്തെ റിക്വയർഡ് ടൈം എന്താണ്? അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞത് 8 ടൈംസ് ആകാനുള്ള റിക്വയർഡ് ടൈം എന്ന് പറയുന്നത് ഇവിടുത്തെ 45 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ്. അപ്പം ഇവിടെ 45 ഇയേഴ്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം
ഇവിടെ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കേസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നിരുന്നത് 15 വർഷം 15 ഇയേഴ്സ്, ഇതെന്ത് ചെയ്യും, ഡബിൾ ആകുമെന്ന് പറഞ്ഞു. ഇനി കണ്ടെത്തേണ്ടത് എന്തായിരുന്നു, ഇവിടെ 15 വർഷത്തിൽ എമൗണ്ട് ഡബിൾ ആയെന്ന് പറഞ്ഞു. 8 ടൈംസ് ആകുന്നത്, 2 ടൈംസ് ആയിരുന്നു, ഇവിടെ 8 ടൈംസ് ആകുന്നത് കാണണം. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്, 2ഉം 8ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുക. 2 ക്യൂബ് ആണെന്ന്, അതായത് 2വിൻ്റെ പവർ എന്ത് വരും, 8 ആകാൻ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് 3 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 15 × 3 ചെയ്യുക, 45 ഇയേഴ്സ് വന്നു. ഈ രീതിയിൽ കണ്ടെത്താം. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്, 15 വർഷം എടുക്കും 2 ടൈംസ് ആവാൻ. ഇനി കണ്ടെത്താൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, 16 ടൈംസ് ആകാൻ വേണ്ടി എത്ര വർഷമാകുന്നു. നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇത് തമ്മിലുള്ള റിലേഷൻ, 2വിൻ്റെ 4th പവർ 2⁴ ആണ് 16. അപ്പോൾ എന്താണ്, ഈ 4 കൊണ്ട് ഈ 15നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, 60 ഇയേഴ്സ് കിട്ടി. അപ്പോൾ പ്രിലിമിനറി എക്സാം ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇതുപോലെ ഡബിൾ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാവുന്ന രീതിയിലാണ് ഇവിടെ ടൈംസ് വന്നിരിക്കുന്നതെങ്കിൽ, മടങ്ങ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്, ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. ഇതാണ് ആ ഒരു മെത്തേഡ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഈ രീതിയിൽ ചെയ്യരുത്, നമ്മൾ പറഞ്ഞ പോലെ ഇലാബറേറ്റ് ആയിട്ട് സ്റ്റെപ്സ് എല്ലാം എഴുതി തന്നെ കാണുക.